So good evening all. നമ്മൾ ആദ്യം സ്ലാബിന്റെ ഡിസൈൻ നോക്കി, അതിന്റെ തിയറി പാർട്ട് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് യൂസിങ് ആസ്ട്രോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഡിസൈനിൽ നിന്ന് നേരെ ഡീറ്റെയിലിംഗിലേക്ക് മാറി. ഡീറ്റെയിലിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പോഴത്തേക്കും ആസ്ട്രോ വെച്ച് ഡീറ്റെയിൽ ചെയ്യുന്ന കാര്യവും പിന്നെ ഡീറ്റെയിലിംഗിന്റെ ബേസിക്സും പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഡീറ്റെയിൽ ചെയ്ത സാധനം, അതായത് നമുക്ക് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഡ്രോയിങ് സൈറ്റിൽ യൂസബിൾ ആണെങ്കിൽ അതൊരു ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ആയിട്ട് കൊടുക്കണം. മിക്ക എഞ്ചിനീയേഴ്സും ഷോപ്പ് ഡ്രോയിങ്സ്, അതായത് നമ്മൾ സൈറ്റിൽ കൊടുക്കുന്ന ഡ്രോയിങ്സിൽ ഓരോ റീബാറിന്റെയും പ്രോപ്പർ ഡീറ്റെയിലിംഗ് എഴുതില്ല. പകരം ഒരു ജനറലൈസ് ചെയ്ത ഡ്രോയിങ് കൊടുക്കും. ഇതിന്റെ മെയിൻ നെഗറ്റീവ് എന്ന് വെച്ചാല് ആ സൈറ്റിൽ നിൽക്കുന്ന ആള് ഈ ഇൻഫർമേഷൻ മിസ്ഇന്റർപ്രിറ്റ് ആയ ഇൻഫർമേഷൻ അവർക്ക് എങ്ങനെ വേണമെങ്കിലും റീബാർ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. അതായത് ചിലപ്പോ വേണ്ടടുത്ത് കമ്പി കുറഞ്ഞു പോവും, വേണ്ടാത്തടുത്ത് കുറെ കമ്പിട്ട് വെച്ചിട്ടുണ്ടാവും. നേരെ നോക്കുമ്പോൾ ക്വാണ്ടിറ്റി ഓഫ് റീബാർ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ലാസ്റ്റ് ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തതുകൊണ്ട് ക്രാക്ക് ആവും, സ്ലാബ് ആ ലൈഫ് സ്പാനിന് മുന്നേ ഫെയിലാകും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് റീബാർ ഡീറ്റെയിലിംഗ് കൊടുക്കണം, പ്രോപ്പർ റീബാർ ഡീറ്റെയിലിംഗ്. അതും പറ്റുന്നെങ്കിൽ ഷോപ്പ് ഡ്രോയിങ്സ് ആയിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. ഷോപ്പ് ഡ്രോയിങ്സ് സൈറ്റിൽ നേരിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ പ്രൊജക്ട്സിനൊക്കെ ഓക്കെ, അത് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. പക്ഷെ വലിയ പ്രൊജക്ട്സിന്റെ ഞാൻ അങ്ങനെ ഒരു 2 ഡ്രോയിങ് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ ഞാൻ എന്താ ഈ ഉദ്ദേശിക്കുന്നതെന്ന്. എന്താ ഇത് വായിച്ചാൽ മനസ്സിലാവത്തില്ലേന്ന് തോന്നില്ലേ? സ്ട്രക്ചർ ഡ്രോയിങ് അങ്ങനെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, പിന്നെ വായിച്ചാല് മനസ്സിലാവില്ല എന്ന് ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ സ്ലാബിന് ഡ്രോയിങ് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇത് കഴിയുമ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അത് കാണുന്നില്ലെങ്കിൽ പറയണം. സ്ക്രീൻ ഷെയർ കാണുന്നില്ലെങ്കിൽ പറയണേ. ഞാനിപ്പോ ഇവിടെ എടുത്തു വെച്ചേക്കുന്നതേ കണ്ടോ, 1 2 3 4 5 6 7 അപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ്. ആദ്യത്തെ നോട്ടത്തില് നമുക്ക് കകക്കൂട്ടി കല്ലിട്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം. ഇതൊരു സ്ലാബിന്റെ ടോപ്പ് ബാറിന്റെ ഡ്രോയിങ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡ്രോയിങ് നമ്മൾ സൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ പകുതി കാര്യങ്ങൾ അവർക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഈ ഡ്രോയിങ് സ്ഥിരം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഓക്കെ ആയിരിക്കും. ഒരു ഫസ്റ്റ് ടൈം കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തൊരു സൈറ്റിലെ ലേബർ വർക്കർ, സപ്പോർട്ട് വർക്കറിന് ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ സൂപ്പർവൈസർ ലീവിന് പോയൊരു ദിവസം അവിടെ സൈറ്റിൽ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവര് പല മിസ്റ്റേക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ ഈ ഹാച്ച് കാണുന്നത് സങ്കൻ സ്ലാബാണ്. അതായത് ഇവിടെ നിന്നുള്ള അത് അവർക്ക് അറിയണം എന്നില്ല, നേരെ കമ്പ്യൂട്ടർ വെക്കും. അതൊരു ഇഷ്യൂ. അതിൽ മെയിൻ ബാർ അല്ല, ഡിസ്ക്രിപ്ഷൻ ബാറിലാണ് ഈ പ്രശ്നം വരാം. പിന്നെ അടുത്തത് ഈ D = 120 എന്ന് എഴുതി വെച്ചേക്കുന്നു. അതില് ഡെപ്ത് ഓഫ് സ്ലാബ് ഡിഫറെന്റ് ആയതുകൊണ്ട് D = 120 എന്ന് എഴുതി വെച്ചേക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ അവിടെയും പ്രശ്നമാവും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മളെ സ്ലാബ് ഡ്രോയിങ്സിൽ ഇതിനെല്ലാം ജനറൽ നോട്ട്സ് വെക്കാം, അല്ലെങ്കിൽ ഒരു ലെജൻഡ് പോലെ വെച്ചിട്ട് ഈ ഓരോ എഴുതിയേക്കുന്ന കാര്യവും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതൊരു ഓപ്ഷൻ. ഇനി ഇതൊന്നുമല്ല മെയിൻ വിഷയം വരാൻ പോകുന്നത്, ഇതിൽ കമ്പിയായിരിക്കും. ഈ 8200 ഇപ്പുറത്ത് 180 വന്നേക്കുന്നു. അവരെല്ലാം കൂടി 8200 കമ്പ്യൂട്ട് വെക്കും. അപ്പൊ എന്ത് പറ്റും? ഇൻസ്പെക്ഷൻ വരുന്ന എഞ്ചിനീയർ ഇത് മൊത്തം അഴിപ്പിക്കും, എന്നിട്ട് രണ്ടാമത് ഇരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, കോൺഫ്ലിക്ട്സ് വരാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമ്മൾ അവർക്ക് BBS ആയിട്ട് കൊടുക്കാം. അതായത് ഇതിന് തന്നെ ബാർ ബെൻഡിങ് ഷെഡ്യൂൾ കളിച്ചാൽ ഓക്കെ. ഇത് 2 പാർട്ടായിട്ടാണല്ലോ ചെയ്തേക്കുന്നത്. ഇത് പ്രിന്റ് എടുത്താൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് 2 പാർട്ടായിട്ട് എടുത്തേക്കുന്നത്. ഈ ഓരോ ഷെഡ്യൂളിന്റെ എൻഡിലും അത് 8 ഡയ ബാർ ഉള്ളത് 200 സ്പേസിംഗിലാണ് കൊടുക്കുന്നത്. 702 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട് അതിന്. ഈ നമ്പറിനെ നമ്മൾ ബാർ മാർക്ക് എന്നാ പറയുന്നത്. സോ ബാർ മാർക്ക് വെച്ചിട്ടാണ് ഈ ടേബിളിൽ നമ്മൾ 702 എന്ന് പറഞ്ഞ നമ്പർ നോക്കുക. അതിന് കറസ്പോണ്ടിങ് ഉള്ള ബാറിന്റെ ഷേപ്പും ഡയയും ആയിരിക്കും
നമ്മൾ ആ ഒരു ബാറിന് കൊടുക്കുന്നത്. സോ ആ ഡ്രോയിങ്ങിന്റെ അകത്ത് ഒന്നും കണ്ടില്ലെങ്കിൽ ഈ നമ്പർ കറക്റ്റ് ആയിട്ട് കാണണം. അത് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ 702 എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഷേപ്പ് കോഡ് എന്ന് പറയുന്നത് 37. ഈ 37 എന്ന് പറയുന്നത് IS2502 എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്. ആ കോഡിലുള്ള ടേബിൾ 3യിലെ 7th എലമെന്റ് എന്നാണ് കാണിക്കുന്നത്. അതിലും തന്നെ നമുക്ക് ഷേപ്പ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് സൈഡിൽ സംശയം വേണ്ട, ഈ ഷേപ്പിൽ ആ ബാർ അവിടെ വരച്ചിട്ടുണ്ട്, ബെൻഡ് ചെയ്ത് ഇടട്ടെ എന്ന് കറക്റ്റ് മനസ്സിലാവും. അതിൽ തന്നെ 75 സെന്റിമീറ്ററിന്റെ 75 mm സോറി സെന്റിമീറ്റർ അല്ല 75 mm ഒരു ചെറിയ ലെഗ് ഉണ്ട്. 90 ഡിഗ്രിയിൽ അതിന്റെ ബാക്കി പോർഷൻ ബെൻഡ് ചെയ്യേണ്ടത് 91 സെന്റിമീറ്ററിലാണ് ബെൻഡ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ തന്നെ ടോട്ടൽ എത്ര ബാർ ലെങ്ത് മുറിച്ചെടുക്കണം എന്നുള്ളത് 975 ലെങ്ത് മുറിക്കുക. അതിൽ 9110 നേരെയും ബാക്കി 75 ഇങ്ങനെ. ഇതിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എങ്ങനെയാണ് 910 75 താഴത്തേക്കും വേണം. 975 ആകെ ലെങ്ത് ഉള്ളൂ, ഇത് 910 ലെഗും വേണം 75 ബെൻഡും ചെയ്യണം, എങ്ങനെ കിട്ടും എന്ന് തോന്നുന്നുണ്ടാവും. അതൊരു കാര്യം എന്ന് വെച്ചാൽ റീബാർ ബെൻഡ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് എലോങ്ങേറ്റ് ചെയ്യും. ആ എലോങ്ങേഷൻ ഒരു ഫാക്ടർ ഇതിൽ കുറച്ചിട്ടാണ് ഇതിന്റെ മെയിൻ ലെങ്ത് എടുക്കുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ബെൻഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് നീട്ടം കൂടും. നീട്ടം കൂടി നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, പക്ഷെ ഇത്തിരി വെച്ചിട്ട് ഈ ഒരു വലിയ ഫ്ലാറ്റിനൊക്കെ ആണെങ്കിൽ അത് ചിലപ്പോ ഒരു 1/2 ടണ്ണിന്റെ അത്രയും എക്സ്ട്രാ വരും. അപ്പോ അതുകൊണ്ടാണ്. പിന്നെ ഇത് കോഡും പറയുന്നുണ്ട്, ഇലോങ്ങേഷന്റെ ഫാക്ടർ നമുക്ക് കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ എന്നുള്ളത് കോഡും പറയുന്നുണ്ട്. 2 U വരുമ്പോൾ 2 സൈഡിലും ആ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ആ ആങ്കറേജിന്റെ ആ 2 വാല്യൂ ഇവിടെയും കുറയും. ബെൻഡ് അലവൻസ് എന്ന് അതിനെ പറയുന്നത്. ബെൻഡ് അലവൻസ് കുറച്ചിട്ടാണ് ഇവിടെ വാല്യൂ എടുക്കുക. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ഇത് സം ചെയ്യാൻ നമുക്ക് കിട്ടത്തില്ല. ഇനി ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചാല് ഇതിനൊരു കോഡ് ഉണ്ട്. കോഡ് നേരത്തെ എടുത്തു വെച്ചില്ല, വിട്ടുപോയി. IS2502 എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്. 1996 ലാസ്റ്റ് ഇത് പ്രിന്റ് ചെയ്തേക്കുന്നത്. കോഡിന്റെ ഫസ്റ്റ് പേജ് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ. ഇത് Code of Practice for Bending and Fixing of Bar in RCC Structures. ഈ കോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പി സൈക്കിൾ എങ്ങനെ വളയ്ക്കണം, എങ്ങനെ ബെൻഡ് ചെയ്യണം, എങ്ങനെ ലേയണം എന്ന് എക്സാക്ട് പറഞ്ഞേക്കുവാണ്. ഓൾമോസ്റ്റ് ഇത് 90% റിലയബിൾ ആണ്. ഇതിൽ നിന്ന് വേരിയേഷൻസ് വരാറുണ്ട് കേട്ടോ, സ്പെഷ്യൽ സ്ട്രക്ചേഴ്സിനൊക്കെ വരാറുണ്ട്. ഇതുണ്ടോ, ഈ ഒരു ബെൻഡ് അല്ലെങ്കിൽ ഹുക്ക്, ഇതിന് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്യുന്നത് ബെൻഡ് എന്നും പറയും. ഇത് 180 ഡിഗ്രിയിലാണ് ബെൻഡ് ചെയ്യുന്നത്, ഹുക്ക് എന്ന് പറയും. ഇത് രണ്ടിനും ബെൻഡ് ചെയ്യാവുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഡയറക്റ്റ് നേരെ കൊണ്ട് ബെൻഡ് ചെയ്താൽ ഒടിഞ്ഞു പോകും, ലോഡ് എടുക്കാൻ പറ്റത്തില്ല. സോ അതിന് ബെൻഡ് ചെയ്യാവുന്ന ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിന്റെ സൈസിലൊരു റിങ് അല്ലെങ്കിൽ മാൻഡ്രിൽ ഇട്ടിട്ടാണ് സൈറ്റില് മെഷീൻ്റെ അകത്ത് ഇത് ബെൻഡ് ചെയ്യുന്നത്. സോ മാൻഡ്രിലിന്റെ അളവ് കറക്റ്റ് അല്ലെങ്കിൽ ബെൻഡ് ആംഗിൾ മാറും, റീബാർ ഓവറായിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും, ഈൽഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന്റെ സ്ട്രെങ്ത് ഭയങ്കര റെഡ്യൂസ് ആവും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ഇത് ചെറിയ ബാറുകളെക്കാൾ കൂടുതൽ അഫക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ഡയുള്ള ബാറുകൾ, അതായത് 12, 16, 20 അങ്ങനെയുള്ള ഡയാസിലെല്ലാം, അതിലാണ് നമ്മൾ മെഷീൻ ബെൻഡിങ് കൂടുതൽ റിലൈ ചെയ്യുന്നത്. ബാക്കി ചെറിയ ബാറുകളിലെല്ലാം നമ്മൾ ഹാൻഡ് ബെൻഡിങ് ആണ് അവിടെയും ശ്രദ്ധിക്കുന്നത്. അവിടെ പിന്നൊക്കെയാണ് യൂസ് ചെയ്യുക, പക്ഷെ ആ പിന്നുകളൊക്കെ കറക്റ്റ് ആംഗിളിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിൾ 2 ആണ്. ഇതിൻ്റെ അകത്ത് ഹുക്ക് ആൻഡ് ബെൻഡ് അലവൻസസ് വരുന്നത്. അതായത് മേളിൽ കണ്ട ഹുക്കിന്റെയും ബെൻഡിന്റെയും മിനിമം ലെങ്ത് എത്ര വേണം എന്ന്. ഇതിനകത്ത് കുറെ ഉണ്ട്. ഇതിൽ ഏത് നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങൾ ഏത് ഗ്രേഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് ആ ഗ്രേഡിനനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. FE 415 ആൻഡ് എബവ് വരുന്നത് IS 1786 കോഡിനനുസരിച്ചാണ്. സോ സ്റ്റീൽ വർക്ക്ഡ് കോൾഡ് വർക്ക്ഡ് സ്റ്റീൽ ബാർസ് കൺഫോമിംഗ് ടു 1786 ആണ് നിങ്ങൾ എല്ലായിടത്തും ഫോളോ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗ്രേഡ് ഓഫ് സ്റ്റീല് 415 ആൻഡ് എബവ് ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ മോസ്റ്റ്ലി എല്ലായിടത്തും 415 ആണ് യൂസ് ചെയ്യുന്നത്. അതും മാറി ഇപ്പൊ 550D വരെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. 550, 550D ഒക്കെ ഉണ്ട്. അപ്പൊ അതിലാണ് വരുന്നത്. അപ്പൊ അതില് നിങ്ങൾക്ക് ഏത് ഡയ ബാർ ആണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സേഫ്. ഓക്കെ. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു ഷേപ്പ് കോഡുകൾ ഉണ്ടെന്ന്. ടേബിൾ 3 ഷേപ്പ് നമ്പർ 7
അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ സ്ട്രേറ്റ് ബാറിന്റെ കോഡ് 20 എന്നാണ്. ഞങ്ങളുടെ ഇത് കോഡ് നെയിമിങ്സ് കുറച്ച് ഡിഫറെന്റ് ആണ്. 20 സ്ട്രേറ്റ് ബാറിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 37 ഒരു സിംഗിൾ സൈഡ് ബെൻഡ് ചെയ്തിട്ടുള്ള വരുന്നത് എൽ ഷേപ്പ് ബാർ. യു ബാർ ആണ് വരുന്നതെങ്കിൽ അത് 38 ആണ്. അങ്ങനെ കുറച്ച് നമ്പേഴ്സ് നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്ത് വരുമ്പോൾ പഠിച്ചോളൂ. കാണാപ്പാഠം പഠിക്കൊന്നും വേണ്ട, ആ ഷേപ്പ് കോഡ് കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ആഫ്റ്റർ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന സാധനം കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കുറെ ഷേപ്പുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളുടെ ടേബിളിന്റെ അകത്തുള്ള ഈ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ തന്നെ നിയറസ്റ്റ് 25ലേക്ക് റൗണ്ട് ചെയ്തിട്ടായിരിക്കും ഈ വാല്യൂസ് എടുക്കുക. പോരാണ്ട് ബെൻഡ് അലവൻസുകൾ കുറയ്ക്കും. ഓക്കെ, ബെൻഡ് അലവൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ടുള്ളതാണ് ആ ഇക്വേഷൻ കാണിക്കുന്നത്. സോ നമുക്ക് അത് നേരിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് നിയറസ്റ്റ് 25ലേക്ക് റൗണ്ട് ചെയ്യും. 25 mm അതായത് 2.5 സെന്റിമീറ്ററിലേക്ക് റൗണ്ട് ചെയ്തെടുക്കും. ഇവിടെ ABCDEFG വരുന്നതെല്ലാം ഈ IS 2502 തന്നെ ഉള്ള ABC ആണ്. ഇതിനകത്ത് ABCR എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആണ് ഈ ടേബിളിനകത്തുള്ള ABCD. അല്ലാണ്ട് വെറുതെ അങ്ങ് എഴുതി വെച്ചേക്കല്ല കേട്ടോ, ഇതിനൊക്കെ ഒരു അർത്ഥങ്ങളുണ്ടേ. പിന്നെ വരുന്നതെന്ന് വെച്ചാല് ഇതില് ഈ ഓരോ വാല്യൂസും നിയറസ്റ്റ് 5 mm റൗണ്ട് ചെയ്ത് വരാം. 5, 10 എന്നുള്ള രീതിയിൽ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടായിരിക്കും നിങ്ങൾ കാണാം. ഇത്രയും കാര്യങ്ങൾ BBS നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുക. പിന്നെ ഷെഡ്യൂൾ കൊടുക്കുമ്പോൾ നമ്മൾ BBS പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ലേ ഔട്ട് വെക്കും. അതായത് ഏത് ബാർ എവിടെ വരുന്നു എന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലേ ഔട്ട് വെക്കുക. ആദ്യം തന്നെ ഞങ്ങളിപ്പോൾ ലെജൻസ് ആഡ് ചെയ്യാറുണ്ട്, ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്ത് ഒരെണ്ണം കാണിച്ചതാ കേട്ടോ. അതിനകത്ത് ഓരോ നമ്പറും എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞ് ലെജൻസ് വെക്കും. എന്നിട്ടാണ് പിന്നെ BBS ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടില്ല. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഈ ടേബിളാ വരാം. ഇത്രയും കാര്യങ്ങൾ ഒരു BBS നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവും. ഫസ്റ്റ് ഡ്രോയിങ്ങിന്റെ ഒരു കോപ്പി. ആ കോപ്പിയുടെ അത് നമുക്ക് ബാർ മാർക്ക് ഉണ്ടാവും. ബാർ മാർക്കിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ ടേബിളിലെയാണ് കേട്ടോ, ആ ലേഔട്ടിനല്ല. അപ്പൊ ഈ ടേബിളിൽ നോക്കിയിട്ട് നമ്മള് ഏതാണ് ആ ബാർ നമ്പർ എന്ന് വെച്ചാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷേപ്പും ലെങ്തും നോക്കിയിട്ടാണ് ബാർ കട്ട് ചെയ്ത് ബെൻഡ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇത് ബാർ ബെൻഡിങ് ഷെഡ്യൂളിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്താണ് എവിടെയാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് കാണാം. മെയിൻ ആയിട്ട് നിങ്ങൾ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് ബാർ ബെൻഡിങ് ഷെഡ്യൂളിന്റെ അസൈൻമെന്റ് വരുമ്പോൾ ഞാൻ പറഞ്ഞ കോഡില്ലേ IS 2502 ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. കിട്ടുന്ന റിസൾട്ട്സ് അതിൽ നോക്കി പഠിക്കാം. പറ്റുന്നത് ആ കോഡ് വായിച്ച് പഠിക്കാൻ നോക്കാം. ഇത്രയും നല്ല കോഡ് ലൈക്ക് അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് പഠിച്ചാൽ ഗുണം എന്ന് വെച്ചാൽ സ്ട്രക്ചർ ഡിസൈനിങ് ഡീറ്റെയിലിംഗിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന ഡീറ്റെയിലിംഗ് ആരും ക്വസ്റ്റ്യൻ ചെയ്തിരിക്കും, അത്രയും ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നത് IS 1392020 ഉണ്ട്. അതായത് ഡക്ടൈൽ ഡീറ്റെയിലിംഗിന്റെ ഒരു കോഡ് ഉണ്ട്. അത് എർത്ത് ക്വേക്ക് ഡിസൈൻ വരുന്ന ബിൽഡിങ്സിന് യൂസ് ചെയ്യാം. അതല്ലാണ്ട് നമുക്ക് ഡീറ്റെയിലിംഗിന്റെ കൊണ്ട് SP34 യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ഒരുവിധം എല്ലാ സാധനത്തിനും ഡീറ്റെയിലിംഗ് വരച്ചിട്ടുണ്ട് അതിനകത്ത്. അത് നിങ്ങൾക്ക് ഒരു 90% റിലയബിൾ ആണ്. കാര്യം പഴയ കൂടെ റിവിഷൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള
കാര്യങ്ങൾ അതിനകത്ത് കുറവായിരിക്കും. പക്ഷെ സിമിലർ ആയിട്ടുള്ള സ്ഥിരം ഉപയോഗിക്കുന്ന കുറെ ഒബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ RCC എലമെന്റ്സിന്റെ ഡീറ്റെയിലിംഗ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇന്നലെ എടുത്ത പോർഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് PBS പ്രിപ്പയർ ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ലേഔട്ട് എടുത്ത് അതിനകത്ത് സ്ലാബ് ഡിസൈൻ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് വെക്കുവാണ്. ഞാൻ എല്ലാ വലിയ സ്ലാബിനും S2 എന്ന പേരിട്ടേക്കുന്നത്, ചെറിയ സ്ലാബ് അല്ല S1. പേരില്ലാത്ത പോർഷൻസ് എനിക്ക് ഓപ്പണിങ്സ് ആണ്, അല്ലെങ്കിൽ അവിടെ സങ്കണാണ് എന്ന രീതിയിലാണ് ഞാനിപ്പോ അവിടെ പേര് കൊടുത്തേക്കുന്നത്. ഇനി ഇതിന് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആഡ്സ് പ്രോ ഓപ്പൺ ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഓട്ടോക്യാഡ് അല്ലെങ്കിൽ ഈ ടാബ്സ് കണക്ട് ചെയ്തിട്ടുള്ള വർക്ക് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ആ സോഫ്റ്റ്വെയർ ആദ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രം ആഡ്സ് പ്രോ ഓപ്പൺ ചെയ്യുക. ഒറ്റ ഫയലും മാത്രം അറ്റ് എ ടൈം ഓപ്പൺ ചെയ്യുക. സോ അതിന്റെ കണക്ഷൻസ് സോഫ്റ്റ്വെയർ അപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഫയലായിട്ടായിരിക്കും കണക്ട് ചെയ്യാൻ നോക്കുന്നത്. സോ കണക്ഷൻ കറക്റ്റ് ആയിട്ട് വരും. ഇനി ഇതിനകത്ത് സ്ലാബ് എടുക്കുക, ഡീറ്റെയിലിംഗ് എടുക്കുക. ബേസിക് ഇൻപുട്സിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇന്നലെ പറഞ്ഞതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ടാഗിന്റെ അകത്ത് ഡെപ്ത് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇനി നേരെ സ്കാൻ എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം ഡ്രോയിങ്ങിന്റെ യൂണിറ്റ്സ് മില്ലിമീറ്റർ ആയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്സ് തെറ്റായിരിക്കും. ഓക്കെ, ഇപ്പോൾ സ്ലാബ്സിന്റെ പ്രൊഫൈൽ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് സോഫ്റ്റ്വെയർ റെഡിയാണ്. ഇനി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ പ്രോഗ്രസ് കാണിക്കും. ഇപ്പൊ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനീഷ്യലി അത് സ്കാൻ ആയി ഇപ്പൊ അനലൈസ് ചെയ്യുവാണ്. അതായത് നമ്മൾ കൊടുത്തേക്കുന്ന ഡയമെൻഷൻസും ഡെപ്തും വെച്ചൊന്ന് ചെക്ക് ചെയ്യും. ഞാനിവിടെ ഓപ്ഷൻ എടുത്തേക്കുന്നത് ഡിസൈൻ ചെയ്യണം. അതായത് ഞാൻ ഈവൻ എന്തോ ഞാൻ 2 സൈസ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 1.1, 1.14, 1.3, 1.5 എന്ന് പറഞ്ഞ് വേറെ 3 ഡെപ്തുകൾ വന്നേക്കുന്നത്. സോ ഞാൻ കൊടുത്തേക്കുന്ന ഡെപ്ത് അല്ലാണ്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഡെപ്തിലേക്ക് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തൊന്ന് സൂം ഇൻ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പ്ലാന് കാണാം. ഇതിനകത്ത് വരാത്ത സ്ലാബ്സ് അവിടെ പേരില്ലാത്ത അല്ലെങ്കിൽ പ്രോപ്പർ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാത്തതായിരിക്കും. ഇനി ഡ്രോ കമാൻഡ് യൂസ് ചെയ്ത് നേരെ ഓട്ടോക്യാഡിൽ വന്ന് നമ്മൾ 3 കോപ്പീസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാ കോപ്പീസിനും ഓരോ സെയിം കോർണർ പോയിന്റ്സ് അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള ഏതെങ്കിലും പോയിന്റ്സ്, ഏത് പോയിന്റ് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. എളുപ്പം പിക്കാവുന്ന പോയിന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തെറ്റത്തില്ല. 3 എടുത്തും ആ പോയിന്റ്സ് പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലാബില് റീബാർ വരയ്ക്കാൻ തുടങ്ങും. ആദ്യം എഡ്ജസ് വരുന്നത്, അതായത് കണ്ടിന്യൂറ്റി ഇല്ലാത്ത പോർഷൻസിലെ ബാറുകളാണ് വരച്ചു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന എഡ്ജസിലാണ് റീബാർ വരച്ചു പോകുന്നത്. ഓക്കെ, ഇതൊരെണ്ണം വരച്ചത് ഞാൻ ഇവിടെ താഴെ വെച്ചിട്ടുണ്ട്. ഇത് വരച്ചു കഴിയുമ്പോഴത്തേക്കും ഡയമെൻഷൻ ലൈനിന്റെ പ്രോപ്പർട്ടീസ് മാറ്റും, അല്ലെങ്കിൽ വരയ്ക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഡയമെൻഷൻ ലൈനിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറ്റിവെക്കാം. ഇത് നമ്മൾ മാനുവലി ആണെങ്കിൽ കൈകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സലിൽ കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഓരോ ലൈനും വരയ്ക്കുമ്പോൾ എന്തോരം സമയം എടുക്കും. അതിനും എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് ഇതായിരിക്കും. അപ്പം വിതിൻ മിനിറ്റ്സ്, ഒരു 5 മിനിറ്റ് താഴെ കൊണ്ട് നമുക്ക് ഡീറ്റെയിലിംഗ് ആയി ജസ്റ്റ് അതിനെ ഒന്ന് ബാക്കി കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് PBSും ചെയ്യാൻ പറ്റും. ഞാനേ ഓൾറെഡി പ്രോപ്പറായിട്ട് ചെയ്ത ഫയൽ എടുക്കാം കേട്ടോ. അതായത് ഇതിന്റെ എല്ലാ കറക്ഷൻസും ചെയ്തൊരു ഫയൽ, സെയിം പ്രൊജക്റ്റ് അല്ല, വേറെ ഫയലാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഫയലൊന്ന് നോക്കാം. അതിൽ ഇനി കറക്ഷൻസ് ഒക്കെ ചെയ്ത സമയം കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാ ഇനി കറക്ഷൻസ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഡയമെൻഷന്റെ സ്റ്റൈല് മാറ്റുക, അതുപോലെ തന്നെ ചില ലൈൻസ് ജോയിൻ ചെയ്യാനുണ്ടാവും. അപ്പൊ ഇവിടെ കണ്ടോ, ഈ റീബാറും തൊട്ടിപ്പുറത്തുള്ള റീബാറും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് സെപ്പറേറ്റ് വെക്കാണ്ട് സിംഗിൾ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ 2 ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും ജോയിൻ ആകും, ഇവിടെയും ജോയിൻ ആകും. അങ്ങനെ ജോയിൻ ആക്കേണ്ട സ്ഥലങ്ങളൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ രണ്ടാമത് വരയ്ക്കണം. അതിന് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഡീറ്റെയിലിംഗിന്റെ കോൺസെപ്റ്റ്സ് ഇന്നലെ എടുത്തു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നേരെ സ്കാനിന്റെ പോർഷൻസ് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഓൺ ചെയ്ത ഫയൽ അങ്ങ് ക്ലോസ് ചെയ്യാണ്. ഇനി ആഡ്സ് പ്രോയില് നമ്മളുടെ റിസൾട്ട്സ് അത്രയും ജനുവനായിരിക്കില്ല. നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് പോകും, അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്ത് ഇപ്പൊ എക്സ്പോർട്ട് ഓപ്ഷൻ
ജസ്റ്റ് റിപ്പോർട്ടായിട്ട് എടുത്തു വെക്കാനേ പറ്റത്തുള്ളൂ. ഫയലായിട്ട് നമുക്ക് സ്ലാബിൽ എടുത്തു വെക്കാൻ പറ്റില്ല, പക്ഷെ കോളത്തിൽ എടുത്തു വെക്കാം. ആ ഫയല് പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഇനി VBSന്റെ സ്കാൻ ആണ്. ഞാൻ ഇപ്പോൾ ഇത് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇനി ഓപ്പൺ ആയിട്ടിരിക്കുന്ന AutoCAD ഫയലായിട്ടായിരിക്കും അത് കണക്ട് ചെയ്യാം. ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഇതുപോലെ ജനറേറ്റ് ആയി കിട്ടിയൊരു ഫയലാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ലൈൻസ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുത്ത് കറക്ഷൻസ് എല്ലാം ചെയ്ത് വെച്ചേക്കുന്ന ഒരെണ്ണമാണ് ഇവിടെ കറക്റ്റ് ഡ്രോയിങ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് മെയിൽ വെച്ച് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കാണിച്ചു തരാം. സ്കാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ റീബാർ ഏത് ലെയറിലാണ്. സോ ടോപ്പ് ബാർ എന്ന് പറഞ്ഞുള്ള ലെയറിലാണ് ടോപ്പ് ബാറിന്റെ ഡീറ്റെയിൽ മൊത്തം വന്നേക്കുന്നത്. ഇനി അതിന് ഡയമെൻഷൻ ലൈൻ ഏത് ലെയറിലാണെന്ന് നോക്കാം. ലെയേഴ്സ് കറക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഐഡന്റിഫൈ ചെയ്യില്ല. ഇത് 2 വര കിടക്കുന്നു അത് ഓർക്കത്തുള്ളൂ. അതിന് മനസ്സിലാവണ്ടേ അവിടെ ലൈൻ വരച്ചേക്കുന്നത് കമ്പനിയെ കാണിക്കാനാണ്. ആ കമ്പനി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, എത്ര സ്പേസിങ്ങിലും ഏത് ഡൈ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡയമെൻഷൻ ലൈൻ വെച്ചേക്കുന്നത്. ഇത് രണ്ടും മനസ്സിലാവണ്ടേ. അതുപോലെ ഈ ഒരു നോഡ് ഇത് തമ്മിൽ കണക്ട് ചെയ്തില്ലെങ്കിൽ എവിടെ ക്രോസ് ചെയ്താലും, ഇവിടെ ഇത് ക്രോസ് ചെയ്യുന്നുണ്ട്, അവിടെ നോഡ് ഇല്ലെങ്കിൽ ഈ ലൈൻ സ്കാൻ ആവത്തില്ല, അല്ലെങ്കിൽ ഈ റീബാർ സ്കാൻ ആവത്തില്ല. മൾട്ടിപ്പിൾ ലൈൻസ് ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സോഫ്റ്റ്വെയറിന് എങ്ങനെ മനസ്സിലാകും ഏത് ലൈനാണ് ഏത് റീബാർ ആണ് ഏത് ഡയമെൻഷനായിട്ട് കണക്ട് ചെയ്തതെന്ന്? അതിനാണ് ഈ നോഡ് കാണിക്കുന്നത്. ഈ നോഡാണ് അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഈ നോഡിനും ലെയർ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് കേട്ടോ. കറക്റ്റ് ലെയർ അല്ലെങ്കിൽ അത് സ്കാൻ ആവത്തില്ല. മിക്കവാറും ഡയമെൻഷന്റെ സെയിം ലെയർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ആ സ്ലാബിന്റെ ആ ഒരു രീതിയിലായിരിക്കും ഇത് കൊടുത്തേക്കുന്നത്. ഈ 2 ലെയർ, ഒന്നില്ലെങ്കിൽ റീബാറിന്റെ ലെയർ അല്ലെങ്കിൽ ഡയമെൻഷണൽ ലെയർ ആയിരിക്കും. ഇല്ലെങ്കിൽ ഇത് സ്കാൻ ആവത്തില്ല. ഓക്കെ. ഇതുപോലെ ടോപ്പ് ബാറിൻ്റെതിന് ടോപ്പ് ബാറും ടോപ്പ് ബാർ ഡയമെൻഷനുമാണ് കിടക്കുന്നത്. ഇവിടെ ബോട്ടം ബാറിന് വരുമ്പോൾ SRC ബോട്ടം ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ലെയറാണ്. സ്ഥിരം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ലെയർ നെയിം അറിയാവുന്നത്. ഈ സെയിം ലെയർ നെയിം നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിടാം. ഇപ്പോ എനിക്കാണെങ്കിൽ റിൻറ്റു SRC റിൻറ്റു അല്ലെങ്കിൽ റിൻറ്റു ഹൈഫൻ ബോട്ടം ബാർ, റിൻറ്റുന്റെ ഹൈഫൻ ടോപ്പ് ബാർ, അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ പേരിടാം. ഇപ്പൊ നിങ്ങൾക്ക് കള്ളിയത്തിന്റെ പ്രൊജക്റ്റാണ്, അപ്പൊ കള്ളിയത്ത് ഹൈഫൻ ബോട്ടം ബാർ സ്ലാബ് ഡീറ്റെയിലിംഗ്, അല്ലെങ്കിൽ പ്രോജക്റ്റിന്റെ പേര് ഇപ്പൊ പ്രൊജക്റ്റിന്റെ പേര് നിങ്ങൾ സിൽവർ സ്റ്റോം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ പേര് എന്താണോ പേര് നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അതിന്റെ പ്രശ്നമൊന്നുമില്ല. മിക്ക കമ്പനികളിലും അവർ ഫോളോ ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടാവും. ആ ഫോർമാറ്റിൽ ചെയ്യണമെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഫോളോ ചെയ്യുന്ന ഫോർമാറ്റ് ബോട്ടം ബാറും ടോപ്പ് ബാറിനും സെപ്പറേറ്റ് ലെയർ നെയിം വെക്കണം. ആ ലെയർ നെയിം തന്നെ ഈ ഒരു കാറ്റഗറി തന്നെ വന്നോളണം എന്ന് ഞങ്ങൾക്കൊരു പ്രീഫിക്സ് ആയിട്ടുള്ള ഒരു മോഡൽ ഉണ്ട്. അത് ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ. ഇത് ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പൊ നമുക്ക് വേറൊരു കമ്പനിയിൽ നിന്ന് VBS റിപ്പയർ ചെയ്യാൻ അവർ തന്നേക്കുക. അവരുടെ ലെയർ നെയിമും അതുപോലെ റീബാർ റെപ്രസെന്റേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനത്തെ കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ലെയർ നെയിം റീബാർ റെപ്രസെന്റേഷൻ നോക്കിയിട്ട് ആഡ്സ്പോയിൽ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആഡ്സ്പോയിന് ഞങ്ങളുടെ കമ്പനി മാത്രമല്ല ഏത് കമ്പനിയിലെ വർക്കും അഡോപ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യാം കേട്ടോ. ആ പ്രശ്നം നിങ്ങൾ വിചാരിക്കണ്ട. ഇനി നമ്മൾ അടുത്ത സെറ്റിങ്സ് നോക്കും. അത് ആങ്കറേജിന്റെ കറക്ഷൻ ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞു. അത് ടോപ്പ് ബാറിനും ബോട്ടം ബാറും വേറെ വേറെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ലാപ്പിംഗ് ലെങ്ത് ഇതിനകത്ത് വരച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ലാപ്പ് ലെങ്ത് എപ്പോഴും ഉപയോഗിക്കുന്നത്, അതായത് 12 മീറ്ററിൽ കൂടുതൽ നമ്മളുടെ ബീമിനോ സ്ലാബിനോ നീട്ടം വരുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒറ്റൊരു ബാർ ഇട്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല. 2 ബാറിൽ കൂട്ടി വെക്കണം. അതിന് നമ്മൾ ലാപ്പിംഗ് എന്ന് പറയുന്നത്. അതിന് മിനിമം വേണ്ട ലെങ്ത് നമ്മൾ ഒന്നില്ലെങ്കിൽ വരച്ചു കൊടുക്കണം ഡ്രോയിങ്ങിൽ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇത് ട്രൂ ആക്കിയിട്ടാൽ സോഫ്റ്റ്വെയർ തന്നെ അതിന്റെ വാല്യൂ ഇട്ടോളൂ. വരയ്ക്കത്തില്ല, പക്ഷെ വാല്യൂ ഇട്ടോളൂ. ഓക്കെ. കാൽക്കുലേഷൻസിൽ അത് കയറിക്കോളും. ഇനി വരുന്നത് ഇതൊന്നും നിങ്ങൾ മാറ്റണമെന്നില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബാർ മാർക്ക് ഏത് കളറാണ്, ഇതൊക്കെ ബൈ ഡിഫോൾട്ട് ഞങ്ങളുടെ സെയിം സെറ്റിംഗ്സ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ മാറ്റുന്നില്ല. അതായത് ഫൈനലി സ്കാൻ കഴിയുമ്പോൾ ഏത് ലെയർ കളർ വേണം. പിന്നെ VBSന്റെ പേര്, ഈ VBSന്റെ ഓപ്ഷൻസ്, ബീമിന് നെയിമിങ് എങ്ങനെ ടാഗ് ചെയ്തേക്കുന്നത്, ഇതെല്ലാം നമ്മൾ ഇനീഷ്യലി സെറ്റിംഗ്സ് കൊടുക്കത്തില്ലേ ഡീറ്റെയിൽ ചെയ്യാൻ നേരത്ത്, ആ സെറ്റിംഗ്സിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഓരോ ആൾക്കാർക്കും അവരവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് മാറ്റാം. ഈ ഡാറ്റ ഡീറ്റെയിലിംഗ് ട്രൂ ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ജനറൽ സെറ്റിംഗ്സ് ഉണ്ട്, അതിന്റെ അകത്ത് പോയി മാറ്റണം. ഓക്കെ. സ്ലാബിന്റെ സെറ്റിംഗ്സിനകത്ത് മാറ്റിയാലാണ് ഇത് മാറുക. അത് ഡീറ്റെയിലിംഗ് ടൈമിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്ന സെയിം സെറ്റിംഗ്സ് ആണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതാണ് ഈ ഗ്രേയിൽ നോൺ ചേഞ്ചബിൾ ആയിട്ട് കിടക്കുന്നത്. ഇതിനകത്ത് ഡീറ്റെയിലിംഗ് അല്ല, BBSന് കൺസേൺ ചെയ്ത് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എഡിറ്റബിൾ ആയിട്ട് കിടക്കുന്നത്. അതായത് ഈ BBS നമുക്ക് AutoCAD-ലോട്ടും Excel-ലോട്ടും എക്സ്പോർട്ട് ചെയ്യാം.
കിട്ടുന്ന റിസൾട്ട്സ്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെർട്ടിക്കൽ ബാർ ജനറേറ്റ് ചെയ്യാം. വെർട്ടിക്കൽ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് താഴെ എഴുതിയിട്ടുണ്ട്, സെറ്റ് ട്രൂ ടു ഓട്ടോ ജനറേറ്റ് വെർട്ടിക്കൽ ബാർ ഇൻസൈഡ് ദ സെക്ഷൻ. വെർട്ടിക്കൽ ബാർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഉള്ള ബാറുകളൊക്കെ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഫോൾസ് ആയിട്ട് വെക്കുക. ഈ റീഇൻഫോഴ്സ്മെന്റ് ടാഗ് ചിലവർ വൈന്നായിരിക്കും ഫൈന്നായിരിക്കും ഒക്കെ എഴുതുന്നത്. അതെന്താണോ ആ ഡ്രോയിങ്ങിൽ അത് നോക്കിയിട്ട് ഇവിടെ എഴുതുക. ഷേപ്പ് കോഡ് ഞാൻ IS 250 ഫോളോ ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ അമേരിക്കൻ കോഡ്സ് ആഡ് ചെയ്യാം. ബ്രിട്ടീഷ് കോഡ്, അമേരിക്കൻ കോഡ്, ഇതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രണ്ട് ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾക്ക് തോന്നുന്നു ഇത് രണ്ടും ബ്രിട്ടീഷ് കോഡ് തന്നെയാണ് തോന്നുന്നത് കേട്ടോ. 2 ഇയർ ആണ്. ഇത് BS 866 ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. കാനഡയിലും അങ്ങനെയുള്ള വെസ്റ്റേൺ കൺട്രീസിലും മിക്കതിലും ബ്രിട്ടീഷ് കോഡ് തന്നെ ഫോളോ ചെയ്യുന്ന കൺട്രികളിലാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ബാർ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി നമ്മൾ ബാറിന്റെ സ്പേസിങ്ങിനേക്കാൾ വലിയൊരു നമ്പറാണ് യൂസ് ചെയ്യുക. ഞാനത് 500 തുടങ്ങുന്നതുള്ളൂ. നിങ്ങൾ ഒരു 300 400 ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതൊരിക്കലും നമ്മളുടെ സ്ലാബിലെ കമ്പിയുടെ സ്പേസിംഗ് ആയിട്ട് മാച്ച് ചെയ്യരുത്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും, ഇത് ബാറിന്റെ സ്പേസിംഗ് ആണോ ബാർ മാർക്ക് ആണോ വെച്ചേക്കുന്നതെന്ന്. ഇനി വരുന്നത് ടോപ്പ് ബാർ. അത് സിംഗിൾ ആയിട്ടാണോ ഡബിൾ നമ്പർ ആയിട്ടാണോ വരുന്നത് എന്നുള്ളത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ഇവിടെ ഡീറ്റെയിൽ ചെയ്ത് വരുന്നത് സിംഗിൾ ബാർ ആയിട്ട്, അപ്പൊ ട്രൂ ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ വരുന്നത് ഗ്രേഡ് ഓഫ് സ്റ്റീൽ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമുക്ക് അടുത്ത കാര്യം വരുന്നത്. അതായത് ഓൾറെഡി ഓട്ടോകാഡ് അറ്റാച്ച് ആയതുകൊണ്ട് ആ ഓട്ടോകാഡ് ഫയലിലുള്ള എല്ലാ ലെയർ നെയിംസ് ഇവിടെ അപ്ലോഡ് ആയി വരും. ഇതിനകത്ത് നിന്ന് നമ്മൾ ഡയമെൻഷന്റെ ലെയർ നെയിമും അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് ലെയർ നെയിമും സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പ്രോപ്പർട്ടീസ് അങ്ങ് ക്ലോസ് ചെയ്യാം. ഇതെല്ലാം വൺ ടൈം സെറ്റിംഗ് ആണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ എല്ലാ പ്രൊജക്ട്സിലും മാറുള്ളൂ. പെൻ ലെങ്ത് ഇത് ഡൈ ഓഫ് ബാറിന് ഡിപ്പെൻഡന്റ് ആണ്. ആസ് പെർ IS 2502 ടേബിൾ 2 അപ് ടു 12 mm ഡയ ഇത് 75 mm ആണ്. അതുകൊണ്ടാണ് 75 ഇട്ടേക്കുന്നത്. അതുപോലെ ബാർ മാർക്ക് പിന്നെ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്നതിൽ തന്നെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ, പിന്നെ ഷേപ്പ് കോഡ് ഏതാ യൂസ് ചെയ്യുന്നത്, ബാർ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ FYന്റെ വാല്യൂ, ഡയമെൻഷൻ, ലെയർ നെയിമും. ഇത്രയുമാണ് ഓരോ തവണയും നമ്മൾ ആഡ്സ്പ്രോ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഡയമെൻഷൻ ലെയർ മാത്രം മാറ്റുക, പിന്നെ അതുപോലെ തന്നെ ബാർ മാർക്ക് മാറ്റുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി സ്കാൻ നേരെ എടുക്കുക, ഓട്ടോകാഡിൽ പോവുക. ഇത് ബോട്ടം ബാർ ഞാൻ സ്കാൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ചസ് ഒന്നും കാണത്തില്ല. നേരെ ആഡ്സ്പ്രോന്റെ പേജിൽ പോയാൽ കണ്ടോ സ്കാനിങ്ങിന്റെ പ്രോഗ്രസ് കാണാം. അതുപോലെ സ്കാൻ കഴിയുമ്പോൾ ഓരോ സെറ്റ് ബാർ അവിടെ നമ്മൾ കണ്ട ബാർ ബെൻഡിങ് ഷീറ്റുള്ള ടേബിളിലൂടെ പ്രിന്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇത് തീരുമ്പോഴാണ് നമ്മൾക്ക് ആഡ്സ്പ്രോയിൽ അടുത്ത സ്കാൻ പ്രിപ്പയർ ആയിട്ട് നിൽക്കുക. 5 മിനിറ്റ് കൂടി മതി കേട്ടോ, അതിനുള്ളിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാവേ. ഇത് 2 സെഷനായിട്ട് എടുത്താനേ, പക്ഷെ നാളെ നിങ്ങൾക്ക് ക്ലാസ് വെക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പെട്ടെന്ന് എടുക്കുന്നത്. ഇത് ബീമിന്റെ പോർഷൻ എടുക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് പറഞ്ഞു തരാം. പറഞ്ഞാൽ മതി, മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ റിപ്പീറ്റ് എടുത്തു തരാം. ഓക്കെ, ഇതെല്ലാം 2020 കാണിക്കുന്നതെല്ലാം സ്ട്രെയിറ്റ് ലൈൻസ് ആണ് കേട്ടോ. ബോട്ടം ബാറും മിക്കവാറും സ്ട്രെയിറ്റ് ലൈൻസിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് യു ബാർ യൂസ് ചെയ്യുന്നത് കുറവാണ്. കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ, എഡ്ജ് സ്ട്രിപ്പിൽ വരുമ്പോൾ ബോട്ടത്തില് മൊമെന്റ് കുറവാണ്, മിനിമം ബാറും മതി. അതുകൊണ്ടാണ് ഒരു ബാർ ഇവിടെ കാട്ടയിൽ ചെയ്തിട്ട് മറ്റു ബാർ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൽ കണ്ടോ, ഇപ്പൊ ഇതുവരേക്കും 200 എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ താഴെ നോക്കിയാൽ അറിയാം, സ്പേസിങ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ബാർ മാർക്കും കൂടി ആഡ് ആയി. 500 തൊട്ടുള്ള ബാർ മാർക്ക് ഏറ്റവും മേളിൽ നിന്നായിരിക്കും അത് ഓർക്കുക. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം സ്കാൻ ആവുന്ന ബാർ. ഇവിടെ സ്കാൻ ആവുന്നത് XY കോർഡിനേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് സ്കാൻ ആവുന്നത്. ഒരേ ലെങ്ത് ഉള്ള ബാർ ഇവിടെ എവിടെ ഉണ്ടെങ്കിലും അത് ഒരുമിച്ച് സ്കാൻ ആയി ഒരേ നമ്പറേ വരത്തുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ടോപ്പ് ബാർ സ്കാൻ ചെയ്യാം. അതിന് തിരിച്ച് ഇത് എക്സ്പോർട്ട് ചെയ്യാം നമുക്ക്. ഇപ്പൊ നമുക്ക് നേരെ ഓട്ടോകാഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാം. ഓക്കെ, ഇതിങ്ങനെ വരുന്നത് കൊണ്ട് പേടിക്കണ്ട. ഡയമെൻഷൻ ലെയറിന്റെ പ്രോപ്പർട്ടീസ് മാറ്റിയാൽ മാത്രം മതി, കറക്റ്റ് ആയിട്ട് അത് കിട്ടിക്കോളും. അങ്ങനെ പ്രോപ്പർട്ടി മാറ്റി വെച്ചേക്കുന്നത് അത് ഇവിടെ കണ്ടോ, സ്ട്രെയിറ്റ് ബാർ ആണ്, എത്രയാണ് ലെങ്ത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട്.
ഇവിടെ ഇപ്പോ രണ്ട് വാല്യൂ വരാവുന്ന കേസസ് വരും. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ടാണ് നിയറസ്റ്റ് 2.5 സെന്റിമീറ്റേഴ്സിലേക്ക് അത് റൗണ്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇത്രയുള്ളൂ BBS ചെയ്യാനുള്ള പരിപാടി. അപ്പൊ സൈറ്റിലേക്ക് നിങ്ങൾ അവർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഡ്രോയിങ് കൊടുക്കുന്നതിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റേഷൻ ടൈമിലേക്ക് കൊടുക്കാം. അതായത് ഡ്രോയിങ് കൊടുക്കേണ്ടെന്നല്ല, ഡ്രോയിങ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു 5 മിനിറ്റും കൂടി സ്പെയർ ചെയ്ത് നമുക്കൊരു BBS കൂടി കൊടുക്കാം. ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ടേ ഇവിടെ ഡയമെൻഷൻ സ്റ്റൈലിൽ പോയി മാറ്റിയാൽ മതി. കണ്ടോ, സ്റ്റൈൽ മാറ്റിയപ്പോൾ തന്നെ അത് ശരിയായില്ലേ? ഇത്രയുള്ളൂ പരിപാടി. ഇത് പ്രിന്ററിന്റെ പ്ലോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ എക്സലിലേക്കാണ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അത് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇതിന് പകരം ഞാൻ എക്സലിലേക്കാണ് മാറ്റുന്നതെങ്കിൽ സോറി ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഈ എക്സൽ ഫയൽ ആണോ പിന്നെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക. ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ BBS വീണ്ടും നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാൻ ഓട്ടോകാഡിലോട്ട് പ്രിന്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഓട്ടോകാഡിൽ നിന്ന് എക്സലിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ തൽക്കാലം ഇല്ല. ഓക്കെ, ഇതുണ്ടോ BBS വരുന്നുണ്ട്. അതിന് റീബാറിന്റെ വെയിറ്റും വരും. അപ്പൊ നിങ്ങൾക്ക് സൈറ്റിൽ കമ്പി വാങ്ങിക്കണമെങ്കിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ 0.6 ടൺസ് വാങ്ങിച്ചാൽ ഓക്കെ, അതെല്ലാം 8ന്റെ കമ്പി. അപ്പൊ 0.6 ടൺസ് 8 mm ഡയ ബാർ വാങ്ങുക, പരിപാടി തീർന്നു. ഇതിന് പ്രശ്നം എന്ന് വെച്ചാല് ഷേപ്പ് വരത്തില്ല. റീബാറിന്റെ ബാറിന്റെ ഷേപ്പ് വരാത്തതുകൊണ്ടാണ് നമ്മളത് ഓട്ടോകാഡിൽ എക്സ്പോർട്ട് ചെയ്യുന്നത്. കാര്യം എക്സലിന് ഇത് ഹാൻഡിൽ ചെയ്യാൻ, ഇമേജ് ഹാൻഡിൽ ചെയ്യാനുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഓട്ടോകാഡിൽ പ്രിന്റ് എടുത്ത് ഇതാണ് പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ എക്സലിൽ നിന്ന് എടുക്കാറ്. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ഡയ വൈസ് സോർട്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ലെങ്ത് വൈസ് സോർട്ട് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് ഞാനൊരു കാര്യം ചെയ്യാം. എക്സാം ഒക്കെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ BBSന്റെ ഒരു ക്ലാസ്സും കൂടി വെച്ചിട്ട് ഒപ്റ്റിമാക്സും കൂടി പഠിപ്പിച്ചു തരാം. അതായിരിക്കും നല്ലത്. ഇന്നിപ്പോ ഇനി എടുത്താൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. സെയിം വേ ടോപ്പ് ബാറിന്റെയും ചെയ്യാം. നിങ്ങൾക്ക് ടൈം ഉണ്ട് സ്പെയർ ചെയ്യാന്നാണെങ്കിൽ ഞാൻ ടോപ്പ് ബാറിന് ഇപ്പൊ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ടോപ്പ് ബാറിന് എടുത്തു തരാം. എന്താ വേണ്ടേ? കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ പിന്നീട് മതിയോ? ഹലോ, പിന്നീട് മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ പോലെ ആകുകയും ചെയ്യും. ഈ പോർഷൻസ് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു. പറ്റുന്നത്